എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിപ്പോൾ രാവിലത്തുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന ശ്രമത്തിലാണ്. ഉണ്ടാക്കി വെക്കുന്നത് ഇഡ്ഡലിയും ദോശയും. ബെനീഷ പാൽ കുടിച്ചിട്ട് പോണേ, പാൽ ആവശ്യം തിളപ്പിക്കാൻ പോണേ കേട്ടോ. താരെ ഇത് പാൽ തിളപ്പിച്ചോളൂ. അമ്മച്ചി ഇതിൽ കുറച്ചേ അങ്ങോട്ട് ഒഴുക്കി കേട്ടോ. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയും ദോശയായിരുന്നു. ഫസ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്തത്. പക്ഷേ ഇളകി വരാൻ കുറച്ച് ബുദ്ധിമുട്ടി, കുറച്ച് സൈഡൊക്കെ പോയി. അപ്പോൾ ഒരു 14 എണ്ണം ആദ്യം ഉണ്ടാക്കി. അപ്പോൾ അത് കുളമായതുകൊണ്ട് സാരമില്ല. അപ്പോൾ അത് കുളമായതുകൊണ്ട് കൊച്ചേട്ടനും കൂടി കൊടുക്കണമല്ലോ. അപ്പോൾ കുളമായ ദോശ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട്, അല്ല ഇഡ്ഡലി കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ദോശ ഉണ്ടാക്കിയ. പക്ഷെ കൊച്ചേട്ടൻ കഴിച്ചത് ആ കുളവായ ഇഡ്ഡലിയാ. അതെ അതെ ഇഡ്ഡലി, അതെ കൊച്ചേട്ടന്നാണ് കേട്ടോ എല്ലാവരും വിളിക്കുന്നത്. ഇതിപ്പോൾ ആരാധി വരുമില്ലേ പാല് മതി, അത്രയും കൊടുക്കൂല. പിന്നെ ചേട്ടന്, അതായത് നമ്മുടെ ടീമിന് എന്താ വേണം, രാവിലെ 2 മുട്ടയും 1 ഗ്ലാസ് പാലും വേണം അല്ലേ അമ്മച്ചി? നിർബന്ധമില്ല, എങ്കിലും പാൽ കൊടുക്കണത് പകുതിയെ കുടിക്കുള്ളൂ. എന്നാണ് അവൻ്റെ സ്വഭാവം. അപ്പം അതനുസരിച്ച് എടുക്കാൻ പാടുള്ളൂ. ചില സമയത്ത് മുട്ട ഉണ്ടാവില്ല. ചില സമയത്ത് മുട്ട ഉണ്ടാവില്ല. മുട്ട അവന് കണ്ണ് പൊരിച്ച് കൊടുക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. ഇടയ്ക്കൊരു ചുമയുണ്ട്. മധുരം വേണമല്ലോ നന്നായിട്ട്. അധികം മധുരം കുടിക്കണ്ട കേട്ടാ. കുറച്ച് മധുരം ഇട്ട് വെച്ച് എന്ന് വെച്ചാൽ മധുര പലഹാരം ഒന്നും കഴിക്കൂലല്ലോ. അപ്പം ആവശ്യത്തിന് ഇട്ടാൽ കൂടുതലായി പോയാൽ കഴിക്കൂല. പിന്നെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ എന്താണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ചോദിക്കാൻ പറ്റി? എന്താണ് നിനക്ക് ഇഷ്ടം രാവിലത്തെ ഭക്ഷണം? ആരൊക്കെ? ചേട്ടൻ വ്യത്യാസപ്പെടുത്താനാണ് ഇന്നേതാണ് ഉണ്ടാക്കി. ചേട്ടന് എന്താ ഇഷ്ടമാണ്? ഞാൻ എന്ത് കഴിക്കൂല. എനിക്ക് ഏറ്റവും ഇഷ്ടം അറിയാലോ. എന്താണ് പറ. എന്താണ് ഇഷ്ടം? ഭൂരിയ, ചോറ്. ചോറ് മേശപ്പെടുത്തിട്ടുണ്ട്. അത് രാവിലെ വെച്ചിട്ടാ പള്ളി പോയി. ചോറും തലേദിവസത്തെ മീൻകറിയാണ് എനിക്ക് ഇഷ്ടം. അതാണ് ഇഷ്ടം. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് താരവന്നതിന് ശേഷം ചോറ് കഴിക്കല് രാവിലെ ഇല്ല. ചോറെന്നാലും ഉണ്ടാവും, കഴിക്കാത്ത കുറ്റം മാത്രമേ ഉള്ളൂ. എന്താ ഞങ്ങൾ ഇന്ന് എന്താ ചെയ്യണ്ട? ഇന്ന് ചെയ്യാനുള്ളത് അരി കഴുകി പൊടിച്ച് അളന്ന് വെച്ചിട്ടുണ്ട്. കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട്, അളന്നും വെച്ചിട്ടുണ്ട്. അത് രാവിലെ വേണ്ടി വന്ന് പൊടിച്ചിട്ട് വേണം. ഇപ്പോൾ രാവിലെ കഴിഞ്ഞ് മണി 11-12 ആകുമ്പോൾ 12 മണിക്ക് തന്നെ അവിടെ പോയില്ലെങ്കിൽ കട പൂട്ടിപ്പോയി. ആ വഴി പിന്നെ റേഷൻ കട കയറി അരി കാണിച്ച് കൈ കുത്തിയിട്ടും പോരും. എന്നിട്ട് ക്ഷീരക്ക് വേണമെന്ന് ചോദിച്ചിട്ട് അവിടെ കൊടുക്കാം. പാല് കാച്ചൽ നടന്നു. വെച്ചിട്ട് പോന്നാൽ മതി. മണ്ണിനൊക്കെ ഇപ്പോൾ ഉണ്ടായിരിക്കുക. മണ്ണെണ്ണ അത്യാവശ്യമാണ്. വർഷകാലമല്ലേ, ഇടഞ്ഞത്തുക്കൾക്ക് വരുമ്പോൾ അതൊക്കെ അവിടെ ഇട്ട് കൊടുക്കേണ്ടതാണ്. അത് അത്യാവശ്യമായിട്ട് മണ്ണെണ്ണ വേണം. ഇല്ലെങ്കിൽ ചോദിച്ചു നോക്കണം, മറന്നു പോയത് മണ്ണെണ്ണ കാര്യം. എനിക്ക് ആ ക്ലാസ്സിൽ വേണ്ട, ഒരു കപ്പുണ്ട്. അപ്പൊ ആ കപ്പിൽ പകുതി ഉണ്ടാവുള്ളൂ കേട്ടാ. ഇതാണ് ഓർമ്മപ്പെടുത്തുന്ന ആ കപ്പ്. അമ്മച്ചി ഇതാണ് അമ്മച്ചി കൊടുത്തത്. ഏതോ ഒരു പെങ്കൊച്ചു കൊടുത്തതാന്ന് പറഞ്ഞു. അവൻ കൊണ്ടുവന്നിട്ട് പറഞ്ഞില്ല ആരാ തന്നേക്കണേ. ഞാൻ ചോദിക്കും ആരാ തന്നെയെന്ന്. പിന്നീടാണ് അറിഞ്ഞത് താര കൊടുത്താണ്. ഫോട്ടോ വെച്ച് തരാൻ കാരണം എന്ന് വെച്ചാൽ ചേട്ടന്റെ ഫോട്ടോ അല്ലേ, ഇപ്പൊ ചേട്ടൻ തരുന്നതല്ലേ. അപ്പൊ ചേട്ടന്റെ ഫോട്ടോ അല്ലാതെ എന്റെ ഫോട്ടോ ഒക്കെ പറ്റും. ഇത് കടമ്പനാട് ഷാൻ സ്റ്റുഡിയോയിലാണ് ചെയ്തത്. പക്ഷെ എവിടെയായാലും നന്നായിട്ടുണ്ട്. സാധാരണ ഇങ്ങനെ ഉണ്ടാക്കുന്ന കപ്പില്ലേ, അതിൽ ചായ ഒന്നും കുടിക്കാറില്ല. പക്ഷെ ഇവിടെ ചേട്ടൻ ചായ കുടിക്കാറുണ്ട് അല്ലേ, പാലൊക്കെ ഇതില് കുടിക്കാറുണ്ട്. കഴുകാം. ഇതിന്റെ കൂട്ട് നല്ലതാണ് കപ്പിന്റെ. കപ്പ് വെറുതെ ഉണ്ടായാല് അതിന്റെ കെമിക്കലൊക്കെ കൂട്ടി നല്ലപോലെ എടുത്താൽ കാലപ്പഴക്കം ഉണ്ടാവുന്നത്. അതുപോലെ എടുത്തിക്കുന്ന ഫോട്ടോയൊക്കെ നല്ലതാണ്. ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ ചിലപ്പോൾ ഉണ്ടക്കുറുക്ക് ഉണ്ടാക്കും,
പിടി ഉണ്ടാക്കും. പിടിയെന്ന് വെച്ചാൽ തേങ്ങ ഇട്ടുണ്ട് കുഴച്ചുണ്ടാക്കും. അതിന് ശേഷം തേങ്ങാപ്പാലിൽ മുക്കിയാണ് ഏലക്കായും ജീരകമൊക്കെ ഇട്ട് മുക്കി അമ്മ തരും. പിന്നെ ഞങ്ങൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഈ ഇതുണ്ടായി പടക്കൊല എന്നെടുത്ത് പടലോട് തിരിച്ച് കണ്ടിച്ചെടുത്തിട്ട് അന്നൊക്കെ നെല്ല് പുഴുക്കുണ്ട്. ആ നെല്ല് പുഴുക്കണ്ട മീതി വെച്ച് വാഴ പൊഞ്ഞ് എന്തോ പുഴുങ്ങും. അപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ് വിട്ട് വരുമ്പോൾ അമ്മ അതാണ് തരുന്നത്. കൂട്ടുകുടുംബത്തിൽ വിരുന്നുകാരുണ്ടാവും. ഞങ്ങൾ 7 പേരാ. 7 പേരുണ്ട്. ആ വരിയാൻ പോവുകയൊക്കെ ചെയ്യും. 28 കെട്ട് ഓല വേണം അന്ന് ഞങ്ങളുടെ പെര നെയ്യാണ്ട്. ആ 28 ഓലയിൽ മുടച്ചിക്കാരുണ്ടാവും. നമ്മുടെ പറമ്പ് സ്വന്തമാണല്ല. അമ്മ മുടച്ചിക്കാർ വന്ന് മുടച്ചിട്ട് അവിടെ മുഴുവനും നിരത്തിയിടും. മുടച്ചക്ക് ഓല അതിന് ശേഷം അമ്മ തന്നെ വടി കൊണ്ട് കൊട്ടി മണ്ണൊക്കെ കളഞ്ഞിട്ട് തെക്കേക്കലായി ചായച്ച് വെക്കും. അന്ന് ഞങ്ങളുടെ തറവാടെന്ന് പറഞ്ഞാൽ ചുറ്റോടും ചുറ്റും കൊലായി ഇതുള്ള കൊലായി എന്നാണ് പറഞ്ഞത് അന്നത്തെ തന്നെ. എന്നിട്ട് ഞങ്ങൾ ഇരിക്കുമ്പോൾ കാല് കീഴോട്ടിട്ട് മണ്ണിൽ മുട്ടില്ല. അങ്ങനത്തെ ഒരു സിറ്റ് ഔട്ടായിരുന്നു. എല്ലാം കൊണ്ടും നല്ലൊരു ജീവിതമായിരുന്നു. പേർക്ക് മച്ചുണ്ടായി. ഇടയ്ക്ക് ഞങ്ങൾ കയറില്ല കേട്ടോ. വേറെ ആരെങ്കിലും എൻ്റെ ചേച്ചിയാ അമ്മയൊക്കെയാണ് മച്ചിൻ്റെ പുറത്ത് കയറണത്. എല്ലാം അറ വിളിച്ചുകൊണ്ട് വന്ന് വെച്ചതാണ് ഈ പെര. ചുറ്റിനും സിറ്റ് ഔട്ട് ഉണ്ടായി. നല്ല ഭംഗിയായിരുന്നു. ഈ സിറ്റ് ഔട്ടിൽ നിന്ന് ഓടിയിട്ട് കറങ്ങി ഓടി തിരിഞ്ഞ് ഫ്രണ്ടിൽ വരാം. നല്ല അടിപൊളിയായിട്ടായിരുന്നു. നല്ല ഓലമേഞ്ഞ വീട്. നല്ല തണുപ്പായിരിക്കും. ഒരുപാട് മിറ്റുണ്ടായിരുന്നു. മുറ്റത്തോട് ആളുകൾക്ക് നടക്കാൻ പറ്റൂല. നടക്കുമ്പോൾ ഇപ്പം കാല് പൊള്ളും. എന്താണ് അവസരം ചേട്ടാ? ഇത് മുറ്റം മണ്ണെന്താ വറുത്തിട്ടേക്കണ കാല് കൊള്ളി കുമളിച്ചില്ല എന്ന് പറയും. പിന്നെ ആ സ്ഥാനത്ത് പുല്ലാണ് പിടിച്ചേക്കണത്. എന്നാലും ഞങ്ങളുടെ ഓല ഉണക്കി ഇടുമ്പോൾ മണിയടി വല്ലപ്പോഴൊക്കെ കേൾക്കും. ആരാണ് വന്നതെന്ന് എനിക്കറിയാമോ? ഞങ്ങളുടെ സന്ധ്യ പുണ്യാൾ അവിടെ ഇരിക്കുന്നെങ്കിൽ എല്ലായിടത്തും ചുറ്റിനും നടക്കും. ഏത് അസുഖമുള്ള വീട്ടിലാണെങ്കിലും പുണ്യാളൻ അവിടെ എത്തും, പ്രാർത്ഥിക്കും. പണ്ടേ ഞങ്ങളെ ഇവിടെ ഞങ്ങളുടെ നാട്ടില് നാട്ടുസൂക്കേട് വരും, ബസൂരി. അപ്പൊ അത് വരാൻ നേരത്ത് ഇങ്ങനെ മരുന്നില്ലായിരുന്നു ആ സമയത്ത്. അപ്പൊ നമ്മളെ ഏക്കുസ്ലിയോട് വന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച് കഴിയുമ്പോ ഏക്കുസ്ലി അവിടുന്ന് ഇറങ്ങി വന്നിട്ട് രാത്രി എവിടെയാണോ വീടെന്ന് വെച്ചാൽ അന്നിങ്ങനെ വഴിയൊന്നുമില്ലല്ല. ഞങ്ങൾ തറവാട് മുറ്റത്ത് കൂടിയാണ് ഇത് പോണത്, കുതിര പുണ്യാളൻ പോയിട്ടുണ്ട്. അമ്മ എഴുന്നേക്കും പറയും പുണ്യാളൻ വന്ന് പോയി ഓലപ്പുറത്ത് കുതിരയുടെ കൊളുമ്പ് കണ്ടെന്ന് പറയും. അങ്ങനത്തെ ഒരു പറമ്പും വിശുദ്ധമായ സ്ഥലമായിരുന്നു. ഇപ്പോഴതൊക്കെ പോയി പുല്ല് പിടിച്ച് നാശമായി. ഉണ്ടായ മരങ്ങളൊക്കെ വെട്ടി. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നീ അരി പൊടിപ്പിച്ചിട്ട് വാ. അരി പൊടിപ്പിച്ചിട്ട് വന്നിട്ട് വെള്ളത്തുണി ഇട്ട് ഉണക്കണം. എന്നാലേ വർഷം വരെ ഇരിക്കുള്ളൂ. അതുപോലെ തന്നെ എറണാകുളത്ത് മാർക്കറ്റിൽ പോകുമ്പോൾ ചെറുമല്ലി മേടിച്ച് ഉണക്കി പൊടിച്ചിട്ട് വരണം. അവിടെ തന്നെ ചെറുമല്ലി എന്ന് പറഞ്ഞാൽ അവിടെ കനവുള്ളത് എടുത്ത് നോക്കണം, കനവുണ്ടാകും. ചെറുമല്ലി പ്രത്യേകിച്ച് നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുമ്പോഴും ഉടലി കറിവെക്കണം. ചെറുമല്ലി നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇതുണ്ടാക്കുമല്ലോ കരളി കറി, അതിന് ചെറുമല്ലിയാണ് നല്ലത്. അപ്പം നല്ല കളർ കിട്ടും. അപ്പം മേടിക്കുമ്പോൾ ചെറുമല്ലി വാങ്ങിച്ചുകൊണ്ട് വരും. വർഷത്തിന് മുമ്പ് അമ്മച്ചി എല്ലാ സാധനങ്ങളും 2-2.5 മാസത്തേക്ക് മുളകാണെങ്കിലും മേടിച്ച് പൊടിപ്പിച്ച് ഉണക്കി വെച്ചേക്കും. എന്നിട്ട് കുറേശ്ശെ വെയിലത്തിട്ട് ഉണക്കി ആണ് വീട്ടിൽ ഉപയോഗിക്കുന്നത്. അത് കാരണം നിങ്ങൾക്ക് യാതൊരു അസുഖം വരാറില്ല. ഇത്രയും നാൾ വരെ ദൈവം നമ്മളെ കാത്തു പരിപാലിച്ചു. അതായത് ഞങ്ങള് പൊടിച്ച് സ്വന്തമായിട്ട് നമുക്ക് പൊടിച്ച് വെച്ചേക്കും. വലിയ വട്ടച്ചട്ടി എടുത്തേക്കും അതിലേക്ക് അങ്ങനെ ചവറൊക്കെ കളഞ്ഞിട്ട് ഒറ്റ കഴിയണം. പാല് കഴിയുമ്പോൾ നമുക്ക് ഒറ്റയിലിട്ടാൽ ആ മുളകിനകത്തുള്ള അഴുക്ക് വെള്ളത്തിൽ കാണും.
നിങ്ങൾ കഴിക്കാൻ മല്ലി അതുപോലെ തന്നെ നിങ്ങൾ കഴുകി ഉപയോഗിക്കുക. നമുക്ക് ഗ്യാസ് ഉണ്ടാകില്ല, വയറിന് നല്ല നമ്മുടെ മനസ്സിൽ നല്ലൊരു ശുദ്ധിയുള്ളതായിട്ട് വന്നു. അതുപോലെ തന്നെ നിങ്ങൾ പാത്രങ്ങൾ വെയിലത്ത് വെച്ച് ഉണക്കി വേണം ഉപയോഗിക്കാൻ. കഴുകിയിട്ട് കൊണ്ട് വെയിലത്ത് വെക്കണമല്ലോ പാത്രം. കഴുകിയിട്ട് ഒന്ന് വെയിലത്ത് വെക്കണേ, ഗ്യാസിൻ്റെ ഉപദ്രവം വളരെ കുറവായിരിക്കും. ശുദ്ധമായ പാത്രത്തിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം. കഴിയുമ്പോൾ തന്നെ ശുദ്ധമാണ്. വെയിലത്ത് വെച്ച് ഉണക്കുന്നതിന് ഒരു പ്രത്യേകത ഉണ്ടാകും. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സ്വീകരിച്ച് വരുമ്പോൾ നമുക്കൊരു പ്രത്യേകത ഉണ്ടാവില്ല. അതുപോലെ തന്നെ വെയിലത്ത് വെച്ച് ഉണക്കുന്ന പാത്രത്തിനുണ്ടാവും. അപ്പൊ ചിന്നമ്മ ഡോക്ടർ പറയണ കേൾക്കും അല്ലേ? ഞാനെൻ്റെ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ഞാനിവിടെ വെയിലത്ത് വെച്ച് ഉണക്കിയ പാത്രങ്ങൾ ഉപയോഗിക്കില്ല. നമ്മുടെ മനസ്സിന് ശുദ്ധിയായിരിക്കും, പാത്രം ശുദ്ധിയാകൂടി നമുക്ക് ഭക്ഷണം കഴിക്കാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാലോ? പെട്ടെന്ന് അരി കഴിക്കുമ്പോ പൊടിപ്പിച്ചിട്ട് അമ്മച്ചിക്ക് ചായ വേണം കേട്ടോ. അപ്പം അമ്മച്ചിക്കുള്ള ചായ ഇടുക. അമ്മച്ചിക്ക് ഒരു പാൽച്ചായ, രാവിലെ ഒരു കട്ടൻ ചായ കുടിച്ച് പിന്നെ ഒരു പാൽച്ചായ, പിന്നെ ഒരു പാൽച്ചായ. പാൽച്ചായ കൂടി ആയിട്ട് നമുക്ക് എന്ത് കഴിക്കാം? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോഴേക്കും പ്ലേറ്റ് ഒക്കെ റെഡി ആയിട്ടോ. സാമ്പാർ ഒന്ന് കാണിച്ചേ. സാമ്പാറെന്ന് പറയാൻ പറ്റൂല, ഇത് ഉള്ളി സാമ്പാറാട്ടോ. ഉള്ളിയും സാമ്പാറിന് കഷ്ണമൊന്നും ഇല്ലാതെ ഉള്ളി, തുമര, പിന്നെന്താ തക്കാളി, ഇത്രേ ഉള്ളൂ. അത് വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കിയതാ. ചേട്ടന് ഇഷ്ടമല്ലേ അത്? അപ്പൊ അമ്മച്ചിയുടെ ചായ റെഡി ആയിട്ടാ. പാൽച്ചായ വേണം അമ്മച്ചിക്ക്. വെച്ച് പാൽച്ചായം പാലും കുടിക്കല്ലേ? ഇല്ല, അതൊക്കെ വേണം, ശരീരത്തെ പിടിക്കണ്ടേ? വേണ്ട. ചായ പിടിച്ചു. ആക്കട വിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അരി പൊടിപ്പിക്കാൻ പോണ്ടേ? അരി ഇന്നലെ അളന്ന് ഉണക്കി അളന്ന് വെച്ചേക്കണ സഞ്ചക്കാത്താക്കി. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. അപ്പോൾ അമ്മച്ചിയുടെ ചായ, ചേട്ടൻ്റെ പാല്, 2 മുട്ട, പിന്നെ ഞാൻ ഉണ്ടാക്കിയ ദോശ. ചേട്ടന് 1 2 3 ദോശ. 2 ദോശ. ശരിക്കും ദോശ 2 കഴിക്കാൻ പാടുള്ളൂ. ദോശ ദോ എന്ന് പറഞ്ഞാ എന്താ? 2 സാമ്പാർ ഒഴിക്കട്ടെ അമ്മച്ചി? ചായ കുടിച്ചിട്ട് ചായ കുടിച്ച അമ്മച്ചി മോളിട്ട ചായ എങ്ങനെയുണ്ട്? ഞാൻ ഇടയ്ക്കിടാറുണ്ട് അല്ലേ അമ്മച്ചി? നല്ലതാ. ആദ്യമായിട്ട് കുടിക്കില്ലല്ലോ അമ്മച്ചി അല്ലേ? ചേട്ടന് പാല് കാണിച്ചിട്ട് തന്നെ സാമ്പാർ കുടിക്കൂ. അപ്പോ ഞങ്ങള് ദോശ കഴിക്കാം. ഞാൻ കഴിച്ചോണ്ടിരിക്കണേ, നീ കഴിക്ക്. ഇതാണ് മണവാട്ടി. മണവാട്ടിക്ക് കഴിഞ്ഞു. അങ്ങനെ കഴിയൊന്നുമില്ല. പിന്നെ ദോശയുടെ കൂടെ ചേട്ടന് എന്ത് കൂട്ടി കഴിക്കാൻ ഇഷ്ടം? ഈ ദോശയുടെ കൂടെ എനിക്ക് ചിക്കൻ കറി അല്ലെങ്കിൽ ബീഫ് കറി അല്ലെങ്കിൽ മട്ടൻ കറി. അമ്മച്ചിക്കോ? എനിക്ക് ദോശ വെറുതെ തിന്നാനാണ് ഇഷ്ടം, കഴിക്കാനായിട്ട്. അമ്മച്ചി എല്ലാം അങ്ങനെ കറി കൂട്ടാറില്ല അല്ലേ? ചപ്പാത്തി ആണെങ്കിലും കയ്യില് ഒന്ന് കടിക്കും, ദോശയും ഒന്ന് കടിക്കും, ഒന്ന് കുടിക്കും. ഒന്ന് കടിക്കും, ഒന്ന് കുടിക്കും. എനിക്ക് ദോശയും ചമ്മന്തിക്കറിയും ഇഷ്ടം. ചമ്മന്തിക്കറിയും കടലയും ഇഷ്ടം. ഉണ്ണി വേണ്ട. ഉണ്ണിയല്ല എനിക്ക് തരൂല്ലേ എന്നും? അമ്മച്ചിക്ക് വേണം ഉണ്ണി. ഒരു വൈറ്റ് തരട്ടെ? വേണ്ട. കഴിക്കുവോ? വൈറ്റ് കഴിക്കുവോ? വേണ്ട. ചേട്ടൻ വൈറ്റ് കഴിച്ചോ? ഇന്നലെ വേണ്ടെന്നല്ല പറഞ്ഞ. വേണ്ട. ചിലപ്പോ 10 ഉണ്ണിയൊക്കെ ഉണ്ടാവും, അതൊക്കെ കളയും. കളയോ? ജിമ്മിന് പോകാൻ നേരത്തെ 20 മുട്ടയൊക്കെ കഴിക്കണം നാളുണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഉണ്ണി കളയോ? ഉണ്ണി കളയും. ഉണ്ണി ഒന്ന് അമ്മച്ചു കഴിക്കാനില്ല. എനിക്ക് വേണ്ട, എനിക്ക് ഇഷ്ടമല്ല. കോഴിമുട്ടേൻ്റെ ഇഷ്ടമാട്ടോ മുട്ടയുടെ ഉണ്ണി.
എന്നാ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.